KSFB ചേർന്നവരും അതുപോലെ തന്നെ ചേരാൻ ഉദ്ദേശിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത്. ഈ ഒരു വീഡിയോയിൽ KSFB കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നു. ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇതൊക്കെയാണ്. എത്ര തരത്തിലുള്ള ചിട്ടികൾ KSFB-യിലുണ്ട്, അതുപോലെ തന്നെ മാക്സിമം നമ്മിൽ നിന്നും എത്രത്തോളം ഡിഡക്ഷൻ നമുക്ക് സാധിക്കും ഈ ഒരു KSFB ചിട്ടി ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മിൽ നിന്നും എന്തൊക്കെയാണ് എക്സ്ട്രാ ചാർജസ് ഈടാക്കുന്നത്, അതുപോലെ ഏതൊക്കെ സെക്യൂരിറ്റി ഡോക്യുമെന്റ്സ് നമ്മളിൽ നിന്നും ആക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ അഞ്ചാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു പോയിന്റ് ആണ്, അതായത് ഒരു ബ്രീഫ് എക്സാമ്പിൾ, ഒരു 5 ലക്ഷത്തിന്റെ ഒരു ചിട്ടി 67 മാസത്തോളം ആയ അല്ലെങ്കിൽ അടവ് കഴിഞ്ഞ ഒരു ചിട്ടിയെ കുറിച്ചുള്ള അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൃത്യമായിട്ട് ഇതുവരെ ആ ഒരു ചിട്ടിയിൽ നിന്നും എത്ര എമൗണ്ട് അടച്ചു, എത്രത്തോളം അവർക്ക് ഡിവിഡൻഡ് ലഭിച്ചു, അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് അതിന്റെ മൊത്തത്തിലുള്ള ഒരു സമ്മറി നിങ്ങളുമായി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. അതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു KSFB പവർ ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ, ഇപ്പോൾ നിങ്ങൾ ചിട്ടി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു 5 ലക്ഷത്തിന്റെ ഈ ഒരു ചിട്ടി 67 മാസം അടുത്ത ഈ ഒരു ചിട്ടിയുടെ മന്ത്ലി ഡെപ്പോസിറ്റ് എത്ര എമൗണ്ട് അടച്ചു, എത്രത്തോളം ഡിവിഡൻഡ് ആയിട്ട് അവർക്ക് ലഭിച്ചു, എത്രയാണ് ഇതുവരെ അടച്ചതിൽ നിന്ന് ലഭിച്ച ആ ഒരു പ്രോഫിറ്റ് എന്ന് ഈ ഒരു വീഡിയോയിൽ കൃത്യമായി ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഏറ്റവും അവസാനമായി ലോണോ അല്ലെങ്കിൽ ചിട്ടിയോ ഏതാണ് ഏറ്റവും ബെറ്റർ, അതായത് നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ ലോണാണോ അല്ലെങ്കിൽ ചിട്ടിയാണോ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോ പോയിന്റ് എടുക്കും, അതായത് ബോണസ് ടിപ്പ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അതായത് ഈ ഒരു ബോണസ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഒരു ചിറ്റിൽ ചെയ്യുന്ന ഒരു വ്യക്തികൾക്കും അല്ലെങ്കിൽ ചിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ബോണസ് പോയിന്റ്സ് ഈ ഒരു ഓരോ പോയിന്റ് പറയുമ്പോഴും ഇടയ്ക്ക് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന പോയിന്റ്സ് ആണ്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ആദ്യത്തെ പോയിന്റ്, KSFB ചിട്ടി എത്ര തരത്തിലുള്ള ചിട്ടികളാണുള്ളത്? 2 തരത്തിലുള്ള ചിട്ടികളാണുള്ളത്. ഒന്ന് മൾട്ടി ഡിവിഷൻ ചിട്ടി, രണ്ടാമതായിട്ട് റെഗുലർ ചിട്ടി. ഇനി അതുപോലെ നമുക്ക് മൾട്ടി ഡിവിഷൻ ചിട്ടി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു മൾട്ടി ഡിവിഷൻ ഒരു വ്യക്തിക്ക് ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു മാസം ആ വ്യക്തിക്ക് പ്രൈവറ്റ് മണി ലഭിക്കുന്നതിന് 4 ഓപ്ഷനാണുള്ളത്. ഒരു കൂപ്പൺ ഡ്രോയും 3 ഓപ്ഷനും. അതായത് ഈ ഒരു വ്യക്തി ഒരു ചിട്ടിയിൽ ചേരുകയാണെങ്കിൽ ആ മാസം ആ വ്യക്തിക്ക് കൂപ്പൺ ഡ്രോ, അതായത് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേര് ആ ഒരു കൂപ്പൺ ഡ്രോയിൽ വരികയാണെങ്കിൽ ആ ഒരു എമൗണ്ട്, അതായത് GSTയും അതുപോലെ ഫോർമൽ കമ്മീഷനൊക്കെ കഴിഞ്ഞുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇത് ശരിക്കും ഒരു ലോട്ടറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഓരോ മാസവും നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്ന ഏകദേശം മൊത്തം എമൗണ്ട്, അതായത് ചാർജ് കിട്ടിയതിലുള്ള മൊത്തം എമൗണ്ട് ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് ഈ ഒരു മൾട്ടി ഡിവിഷൻ ചേർന്ന് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ 3 ഓപ്ഷൻ, 3 പ്രാവശ്യം നമുക്ക് ഒരു മാസം തന്നെ ഓപ്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കും. അതുപോലെ മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് 35%. അതെ, ടോട്ടൽ ചിട്ടീസ് അതായത് 35% മാത്രമാണ് മാക്സിമം നമുക്ക് ഡിഡക്ട് ചെയ്തിട്ട് ആ ഒരു പ്ലേസ്മെന്റ് ലഭിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ഡിഡക്ഷൻ, അതായത് നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ഡിഡക്ഷൻ അല്ലെങ്കിൽ ചിട്ടി വിളിച്ച് കൂടുതൽ ഡിഡക്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ചിട്ടി ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതി ഇത്തരത്തിലുള്ള ചിട്ടിയിൽ ചേരാൻ പാടില്ല. കാരണം മാക്സിമം 35% മാത്രമേ ഈ ഒരു ചിട്ടിയിൽ അനുവദനീയമായിട്ടുള്ള ഡിഡക്ഷൻ ഉള്ളൂ. അടുത്തതായിട്ട് റെഗുലർ ചിട്ടിയാണ്. ഈ ഒരു റെഗുലർ ചിട്ടി നമുക്കറിയാം സാധാരണ ചിട്ടികളെ പോലെ തന്നെയാണ്, ഒറ്റൊരു ചാൻസ് ആണ് ഒരു മാസം ലഭിക്കുന്നത്. അത് ഓപ്ഷനോട് വഴി മാത്രമാണ്. ഈ ഓപ്ഷനിൽ നമ്മൾ പങ്കെടുത്ത് നമുക്ക് ആ ചിട്ടി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ചാർജസ് കട്ട് ചെയ്ത് മാക്സിമം ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് 30%. ഇതിൽ കൂടുതൽ ഡിഡക്ട് ചെയ്തിട്ട് നമുക്ക് ഓപ്ഷനിൽ വിളിക്കുവാൻ സാധിക്കില്ല. ഒന്നാമത്തെ ബോണസ്, നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ബോണസ് ട്രിപ്പ് എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഓപ്ഷൻ ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മുതൽ 40% മാക്സിമം ഓപ്ഷൻ ഡിഡക്ഷൻ. കാരണം അതിൽ കൂടുതൽ നമുക്ക് ഡിഡക്ട് ചെയ്തിട്ട് വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ KSFB ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മൾ ചിട്ടി ചേർന്നിട്ട് ഇത്തരത്തിൽ നാം ഓപ്ഷൻ ഡിഡക്ഷൻ വഴി നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. കാരണം കൂപ്പൺ ഡ്രോയിൽ അന്ന് ലഭിച്ചെങ്കിൽ പണത്തിന് അത്യാവശ്യമുള്ളവർ കോമൺ ആയിട്ടും പോകുന്നത് ഓപ്ഷനിലേക്കായിരിക്കും. പക്ഷെ ഭയങ്കര ഡിമാൻഡായിരിക്കും ഒരു ചിട്ടിയിൽ തുടങ്ങുന്ന സമയത്ത്. 6 മുതൽ 12 മാസം വരെ ഈ ഒരു ഓപ്ഷൻ മാക്സിമം ഡിഡക്ഷൻ തന്നെ ആയിരിക്കും പോകുന്നത്. അതായത് ഈ ഒരു 12 മാസമാണ്, ഒരു 6 മുതൽ 12 മാസത്തിൽ ആൾക്കാരുടെ ഡിമാൻഡ് കൂടുതലായി കഴിഞ്ഞാൽ എല്ലാ മാസവും നമുക്കറിയാം ആ ഒരു 3 ഓപ്ഷനിലും 3 പേരും മാക്സിമം 3 അതിൽ കൂടുതൽ ആൾക്കാർ കോമൺ ആയിട്ടുണ്ടാവും. കാരണം സ്റ്റാർട്ടിങ്ങിൽ പൈസക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കും എല്ലാവർക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഓപ്ഷനിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെയും നമ്പർ എഴുതിയിട്ട് അതും ഒരു കൂപ്പൺ ഡ്രോയിലേക്കാണ് പോകുന്നത്. അതായത് ഓപ്ഷനും കൂപ്പൺ ഡ്രോ ആയിരിക്കും. കാരണം മാക്സിമം ഡിഡക്ഷൻ എല്ലാവരും തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു പ്രിയോറിറ്റി നമുക്ക് ഇവിടെ നിശ്ചയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ അതൊരു കൂപ്പൺ ഡ്രോയിലേക്കാണ് പോകുന്നത്. അങ്ങനെ കൂപ്പൺ ഡ്രോ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ലഭിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഡിഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് കഴിച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യ ഘട്ടത്തിൽ ഇത്തരത്തിൽ ചിട്ടിയിൽ ചേരാൻ പോയി അടുത്ത മാസം തന്നെ ആ ഒരു ചിട്ടി എമൗണ്ട് വിളിച്ചെടുക്കാൻ എന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം
ഒരുപാട് പേർ നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു ഓപ്ഷന് വേണ്ടി വന്നിരിക്കും. കാരണം അവരുടെ എല്ലാവർക്കും അത്യാവശ്യമായിരിക്കും. അങ്ങനെയെങ്കിൽ എല്ലാവരുടെയും ചാൻസ് എന്ന് പറയുന്നത് ആ ഒരു കൂപ്പൺ ഡ്രോയിലേക്ക് ആയിരിക്കും. അതായത് എല്ലാവരുടെയും പേര് ഒരു കൂപ്പൺ ഡ്രോയിലേക്ക് ഇട്ടിട്ട് അത് ലഭിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ ഒരു പ്രൈസ് മണി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്വയർമെന്റ് നേരത്തെ പ്ലാൻ ചെയ്ത് ഇത്തരത്തിൽ ചിട്ടിയിൽ ചേരുക എന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അതായത് ഒരു വർഷം മുമ്പെങ്കിലും നിങ്ങളൊരു ചിട്ടിയിൽ ചേർന്നിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ 2024 ഒരു കാർ വാങ്ങുന്ന ഉദ്ദേശിക്കുന്നുവെങ്കിൽ 2025 സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒരു ചിട്ടിയിൽ ചേർന്ന് വെക്കാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് 2026 ഏകദേശം ഒരു മിഡ് ആകുമ്പോഴേക്കും നല്ലൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ആ ഒരു ചിട്ടി വെച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലക്കാണെങ്കിൽ നിങ്ങളുടെ കൂടെ ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുതൽ ഈ ഒരു കൂപ്പൺ ഡ്രോ വഴിയും ആ ഒരു ഫുൾ എമൗണ്ട് ആ ചാർജസ് കഴിഞ്ഞുള്ള എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു ചിട്ടിയിൽ നമ്മളും ഈടാക്കുന്ന തുക എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഫോർലൈൻ കമ്മീഷൻ. ഇത് 5%. അതായത് ഒരു 5 ലക്ഷത്തിന്റെ ചിട്ടിയിൽ നാം ചെയ്യുന്നില്ലെങ്കിൽ 5 ലക്ഷത്തിന്റെ 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 രൂപ. ഈ ഒരു 25,000 രൂപ KSFB നമുക്ക് ലഭിക്കുന്ന ആ ഒരു പ്രൈസ് മണിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. അതായത് ഈ ഒരു എമൗണ്ട് ആണ് KSFB ഈ ഒരു ചിട്ടി നടത്തുന്നതിന് വേണ്ടി നമ്മളിൽ നിന്നും ഈടാക്കുന്ന ആ ഒരു തുക. അടുത്തതായി GST. ഇത് 18%. അപ്പോൾ ഈ 18% എന്ന് വെച്ച് കഴിഞ്ഞാൽ KSFBയുടെ ഫോർമാൻ കമ്മീഷനായ 25,000 രൂപ. അതായത് നേരത്തെ പറഞ്ഞ പോലെ 5 ലക്ഷത്തിന്റെ ചിട്ടിയിൽ ഫോർമാൻ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 രൂപയാണ്. ആ 25,000 രൂപയുടെ 18% GST ആയിട്ട് നമ്മളിൽ നിന്നും ഈടാക്കുന്നത്. മൂന്നാമതായി ഡോക്യുമെന്റേഷൻ ചാർജായി ഒരു 200 മുതൽ 300 രൂപ എക്സ്ട്രാ നമ്മൾ ഇതിന് ഈടാക്കുന്നു. അതുപോലെ നിങ്ങൾ ഓപ്ഷൻ വഴിയാണ് ഈ ഒരു ചിട്ടിയുടെ പ്രൈസ് മണി ലഭിച്ചതെങ്കിൽ ആ ഒരു ഓപ്ഷന്റെ എത്രയാണോ നിങ്ങൾ ഓപ്ഷൻ വിളിച്ചത് ആ എമൗണ്ട് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് പ്രൈസ് മണി ആയിട്ട് ലഭിക്കുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഗൂഗിളിൽ പോയി KSFB പ്രൈസ് മണി കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് ഈ വരുന്ന സൈറ്റ് www.chart.in പോയി ഈ ഒരു ഫീൽഡ് മൊത്തം നിങ്ങൾ കോമായിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും എത്രത്തോളം എമൗണ്ട് നിങ്ങൾക്ക് പ്രൈസ് മണി ആയിട്ട് ലഭിക്കുന്നു എന്ന്. അടുത്തായി നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബോണസ് നമ്പർ 2 ആണ്. അതായത് ഈ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോണസ് ആണ്. നിങ്ങളൊരു ചിട്ടിയിൽ ചെയ്തില്ലെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുക ഒരു വർഷത്തിന് ശേഷമെങ്കിലും അതിന്റെ പ്രൈസ് മണി വിളിച്ചെടുക്കുക. കാരണം ആദ്യത്തെ 12 മാസം മാക്സിമം ഡിഡക്ഷനിൽ പോകും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷന്റെ ആ ഒരു എമൗണ്ട് കുറഞ്ഞു വരിക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും. മൂന്നാമതായി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചിലപ്പോൾ ഈ പ്രൈസ് മണി ലഭിച്ചു എന്ന് വരിക. ഒരു ഓപ്ഷൻ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ കൂപ്പൺ ഡ്രോ വഴി പ്രൈസ് മണി ലഭിച്ചുവെങ്കിൽ തിരിച്ച് KSFBയിൽ തന്നെ ആ ഒരു എമൗണ്ട് 7 മുതൽ 8% വരെ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് അവിടെ തന്നെ അപ്ഡേറ്റ് ആവാനുള്ള ഒരു ഓപ്ഷനും അവിടെയുണ്ട്. അതായത് സാധാരണ ബാങ്കുകൾക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് ഇത്തരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് KSFB നൽകുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആ ഇൻട്രസ്റ്റ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സെക്യൂരിറ്റി ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് KSFB ആക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്കൊരു പ്രൈസ് മണി ലഭിച്ചു കഴിഞ്ഞ് ആ ഒരു പ്രൈസ് മണി നിങ്ങളുടെ ബാങ്കിലേക്ക് ക്രിയേറ്റ് ആവണമെങ്കിൽ ഈ KSFB എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപനമായതുകൊണ്ട് തന്നെ കുറച്ച് സെക്യൂരിറ്റി ഡോക്യുമെന്റ്സ് അവർ നൽകേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ട് ഈ കേരള ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ പേഴ്സണൽ ഗ്യാരണ്ടി ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി, ഗോൾഡ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, LICയുടെ പ്രീമിയം അടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് അവരെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ബാങ്ക് ഗ്യാരണ്ടി, കിസാൻ വികാസ് പത്ര, നോൺ ബെസ്റ്റ് ചിട്ടി പാസ്ബുക്ക്. അതായത് ഒന്നിൽ കൂടുതൽ ചിട്ടി നിങ്ങളെ ആണെങ്കിൽ ആ രണ്ടാമത്തെ ചിട്ടിയുടെ പാസ്ബുക്ക് നിങ്ങൾക്ക് ഇവിടെ ഗ്യാരണ്ടി ആയിട്ട് നൽകാവുന്നതാണ്. അടുത്തായി ബോണസ് നമ്പർ 3. നിങ്ങളുടെ കൈവശമുള്ള സെക്യൂരിറ്റി ഡോക്യുമെന്റ് അത് വാലിഡ് അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ ആണെന്ന് ആദ്യമേ ഉറപ്പുവരുത്തുക. ഇത്തരത്തിൽ ഒരു ചിട്ടിയിൽ ചെയ്യുന്നതിന് മുമ്പ് ഉദാഹരണത്തിന് നിങ്ങൾ 10 വർഷത്തിന്റെ ചിട്ടിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഒരു ബ്രാഞ്ചിൽ പോയ ശേഷം അവിടുത്തെ ബാങ്ക് മാനേജറെ കണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സെക്യൂരിറ്റി ഡോക്യുമെന്റ് അല്ലെങ്കിൽ നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആവും, അത് ഗോൾഡ് ആവും, എല്ലാം അത്തരത്തിൽ എന്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഒരു മാനേജറുമായി ഡിസ്കസ് ചെയ്ത് ഉറപ്പുവരുത്തുക ഇത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഡോക്യുമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈസ് മണിക്ക് തുല്യമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഡോക്യുമെന്റ് ഇതാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഇത്തരത്തിൽ ചിട്ടിയിൽ ചേരുക. കാരണം അവസാന കാല സമയത്ത് നിങ്ങൾക്ക് എമർജൻസി സിറ്റുവേഷനൊക്കെ പൈസ ക്രെഡിറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ഡോക്യുമെന്റ് കൊടുത്താൽ മാത്രമേ ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവൂ. അല്ലെങ്കിൽ അവസാന സമയത്ത് നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെടേണ്ടി വരും. ഇനി അടുത്തൊരു പോയിന്റ് ബ്രീഫ് എക്സാമ്പിൾ വിത്ത് 5 lakhs ചിട്ടി. അതായത് 5 ലക്ഷം ചിട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് നിങ്ങളുമായി കൃത്യമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായ KSFB പവർ ആപ്പിൽ നിന്നും നമുക്ക് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. KSFB പവർ ആപ്പിൽ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ലോഗ് ഓൺ ചെയ്ത്
ഇവിടെ മൈ ചിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് നിങ്ങൾ ഏത് ചിട്ടിയിലാണോ ചേർന്നിരിക്കുന്നത് ആ ചിട്ടിയിൽ ഇവിടെ കാണിക്കും. ആ ഒരു ചിട്ടിയിൽ നിങ്ങൾ പ്രസ് ചെയ്തതിനു ശേഷം ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് ഇവിടെ കാണും വ്യൂ ആൻഡ് പേ. ഈ വ്യൂ ആൻഡ് പേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് കാണുന്നു വ്യൂ പാസ്ബുക്ക്. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് കാലയളവിലുള്ള നിങ്ങൾക്ക് പാസ്ബുക്കാണ് ആവശ്യം. അതായത് ഞാൻ സ്റ്റാർട്ടിങ് മുതലുള്ള ടൈം ഇവിടെയാണ്. 2019 സ്റ്റാർട്ട് ചെയ്ത ഒരു ചിട്ടിയാണിത്. 2019 മുതൽ ഈ ഒരു 67ാമത്തെ മാസം വരെയുള്ള ആ ഒരു ചിട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് PDF കൺവേർട്ട് ചെയ്യാം. ഞാനിത് PDF എക്സ്പോർട്ട് ചെയ്യാണ്. എക്സ്പോർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഓപ്പൺ ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ ഇതിൽ ചില കാര്യങ്ങൾ കോണങ്ങളൊക്കെ ഞാൻ ബ്ലർ ചെയ്യാണ്. ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് ബ്ലർ ചെയ്യാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീൽഡ് മാത്രമേ ആവശ്യമുള്ളൂ. സോ ഇത്തരത്തിൽ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എക്സ്പോർട്ട് ചെയ്ത് എൻ്റെ PC ഞാൻ ഓപ്പൺ ചെയ്ത് അതിനെക്കുറിച്ചുള്ള നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നെക്സ്റ്റ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നാം ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചിട്ടിയെ കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽസ് ഒരുപാട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇതിന്റെ ആദ്യത്തെ കോളത്തിൽ ബ്രാഞ്ച്, ഇൻസ്റ്റാൾമെന്റ് നമ്പർ, ഡേറ്റ് ഓഫ് റെമിറ്റി, ഡ്യൂ ഡേറ്റ്, സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്, സബ്സ്ക്രിപ്ഷൻ ഡ്യൂ, ഓപ്ഷൻ ഡിവിഡൻഡ്, ഫിക്സഡ് ഡിവിഡൻഡ്, സസ്പെൻസ് എമൗണ്ട്, ഡിഫോൾട്ട് ഇൻട്രസ്റ്റ്, ചലാൻ എമൗണ്ട്, അത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലഭിക്കുന്ന ഓപ്ഷൻ ഡിവിഡൻഡ് എത്രയാണ്, അതുപോലെ നമുക്ക് തിരിച്ച് ഓരോ മാസം അടയ്ക്കേണ്ട സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്, അതായത് ഓരോ മാസം ഞാൻ അടച്ച എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു മാസം ഡിവിഡൻഡ് ആയിട്ട് ലഭിച്ച തുക എത്രയാണെന്ന്. അപ്പോൾ ഇവിടെ ഈ രണ്ട് കോളമാണ് നമുക്ക് ആവശ്യം, സബ്സ്ക്രിപ്ഷൻ ഡ്യൂ അതുപോലെ തന്നെ ഓപ്ഷൻ ഡിവിഡൻഡ്. പിന്നെ ഒരു കോളം കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യാണ്, സബ്സ്ക്രിപ്ഷൻ എമൗണ്ടും. അതുപോലെ നമ്മൾ ഇൻസ്റ്റാൾമെന്റിന്റെ ആ ഒരു നമ്പേഴ്സ്, അതായത് എത്ര ഇൻസ്റ്റാൾമെന്റ് അടച്ചൊന്നുമില്ല ആ ഒരു കോഡും കൂടി ആഡ് ചെയ്യാണ്. ഇത്തരത്തിലുള്ള എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഒരു എക്സലിലേക്ക് ഇത് പകർത്തി എഴുതുകയാണ്. അതിനുശേഷം ഇത് മൊത്തം എഴുതിയതിനു ശേഷം ഏറ്റവും മുകളിൽ, അതായത് ഒന്നാമത്തെ മാസത്തെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഇവിടെ കാണില്ല. കാരണം ആ ഒരു അതായത് ചിട്ടി തുടങ്ങുന്ന ഒന്നാമത്തെ മാസം നമുക്ക് ഫുൾ എമൗണ്ട് പേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആ ഒന്നാമത്തെ മാസത്തെ ആ ഒരു സംഖ്യ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മാനുവലായിട്ട് ഇവിടെ എൻട്രി ചെയ്യാണ് 5,000 എന്ന്. അതുപോലെ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് 0 ആണ്, അത് ഇവിടെ 0 തന്നെ എൻട്രി ചെയ്യുന്നു. അങ്ങനെ ടോട്ടലായിട്ട് ഈ ഒരു 67 മാസം ഞാൻ അടച്ചതും അതുപോലെ ലഭിച്ചതുമായ തുക നമുക്ക് ഈ ഒരു എക്സൽ ഷീറ്റിൽ ഇപ്പോൾ കാണുവാൻ സാധിക്കും. ഇനി ഇതിന്റെ ഒരു സമ്മറി, അതായത് ടോട്ടൽ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കും 67ാമത്തെ മാസത്തിലേക്ക് ഈ ഒരു ചിട്ടിക്ക് അടക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് സാധാരണ 5,000 രൂപ വെച്ച് അടക്കേണ്ടതുണ്ടെങ്കിൽ 3,35,000 രൂപയാണ് അടയ്ക്കേണ്ടത്. എന്നാൽ ആ ഒരു വ്യക്തി അടച്ചത് 2,82,696 രൂപ മാത്രമാണ് അടച്ചത്. അതുപോലെ ആ ഒരു വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന ഡിവിഡൻഡായി ലഭിച്ചിരിക്കുന്നത് 52,304 രൂപ. ഇനി അടുത്തതായിട്ടുള്ള ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ, ലോൺ ആണോ ചിട്ടിയാണോ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് എന്നതാണ്. കാരണം ഈ ലോൺ ചിട്ടിയൊക്കെ നമുക്ക് പൈസക്ക് ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം സമീപിക്കുന്നത്. അപ്പോൾ ലോൺ ആണോ ചിട്ടിയാണോ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വഴി നോക്കാം. ഒരു വ്യക്തി ഒരു 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്, പേഴ്സണൽ ലോൺ എടുക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് 10.5 ആണ്. 60 മാസത്തേക്കാണ് ആ ഒരു വ്യക്തി ആ ലോൺ എടുക്കുന്നത് കരുതുക. അങ്ങനെയെങ്കിൽ മാസം ആ വ്യക്തിക്ക് അടയ്ക്കേണ്ട തുക 10,747 രൂപ ഏകദേശം EMI ആയി തന്നെ അടയ്ക്കണം. അതുപോലെ തന്നെ 1,44,817 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ഈ ഒരു കാലയളവിൽ നിന്ന് നമ്മിൽ നിന്നും പിടിക്കുന്നതായിരിക്കും. അതായത് ഇത്ര എമൗണ്ട് നാം എക്സ്ട്രാ അടയ്ക്കേണ്ടതുണ്ട്. പിന്നെ മാസം നമുക്ക് നൽകേണ്ട തുക വലിയൊരു തുകയാണ് നൽകേണ്ടത്. എന്നാൽ ഈ ഒരു കാര്യമായിട്ട് നാം ചിട്ടിയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഓപ്ഷൻ ഡിവിഡൻഡ് എന്ന് പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എമൗണ്ട് കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മൊത്തം നമുക്ക് എമൗണ്ട് അടയ്ക്കേണ്ടി വരുന്നില്ല. അതുകൂടാതെ തന്നെ നമുക്ക് എക്സ്ട്രാ എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിട്ടിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇവരിലെ കുറച്ച് മൈനസ് പോയിന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ചിട്ടിയെ ആശ്രയിക്കാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്ന് നമുക്ക് പൈസ ലഭിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ നമുക്ക് ലഭിക്കില്ല. പിന്നെ രണ്ടാമത് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒരു ചിട്ടിയെ നമുക്ക് ആ ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ടോപ്പ് അപ്പ് ചെയ്ത് കൂടുതൽ എമൗണ്ട് അവരിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾ കൃത്യമായ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ ഈ കാര്യങ്ങൾ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിട്ടിയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഭാവിയിലെ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ നേരത്തെ ചിന്തിച്ചിട്ട് ഒരു ചിട്ടിയിൽ
1 വർഷം 2 വർഷം മുമ്പ് ചേരുകയാണെങ്കിൽ, അതായത് 3 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാനുള്ള പ്ലാൻ, ഒരു കാറിങ് അത്തരത്തിലുള്ള ഒരു പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ 1-2 വർഷം മുമ്പേ തന്നെ ഒരു ചിട്ടിയെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി സമീപിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ലോണെക്കാട്ടും ബെറ്റർ ആയിരിക്കും ഈ ഒരു ചിട്ടി. ഒന്നും യാതൊരു സംശയവും വേണ്ട.